നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ പുറത്ത്. നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യുമെന്ന ഭീഷണി. നാട്ടിൽ വന്നാൽ ആളുകളുമായി വീട്ടിൽ വരുമെന്നും രാഹുൽ അതിജീവിതയ്ക്ക് അയച്ച സന്ദേശം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് അപേക്ഷ നൽകും. 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് SIT. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെ MLA പദവിയിൽ തുടരുന്നതിൽ അനിശ്ചിതത്വം. MLA സ്ഥാനം സ്വയം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാം. പൊതുപെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി ശുപാർശ നൽകിയാൽ രാഹുൽ പുറത്തായേക്കും. രാഹുലിന്റെ അയോഗ്യത നടപടികൾ സങ്കീർണമെന്ന വിലയിരുത്തൽ. നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടി തുടങ്ങിയാൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സത്യാഗ്രഹ സമരം. വളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ആരംഭിച്ച സമരം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരും ജനപ്രതിനിധികളും LDF നേതാക്കളും പങ്കെടുക്കുന്നു. അനർഹമായതൊന്നും കേരളം ആവശ്യപ്പെടുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് നിർണായകം. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും ജാമ്യ ഹർജിയിൽ വിധി അല്പസമയത്തിനകം. SIT നൽകിയ റിപ്പോർട്ട് കോടതി വിശദമായി പരിശോധിക്കുന്നു. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ നവവരന് ദാരുണാന്ത്യം. KSRTC സ്വിഫ്റ്റ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം. ഇന്ന് വിവാഹിതനാവാനിരിക്കെ നവവരൻ അപകടത്തിൽ മരിച്ചത് പുലർച്ചെ. കോഴിക്കോട് കുന്നമംഗലത്ത് അപകടം. കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് 3 മരണം. മരിച്ചത് 2 കാർ യാത്രികരും പിക്കപ്പ് ലോറി ഡ്രൈവറും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകൾ പുറത്ത്. നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണി. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, എന്നാൽ നീ താങ്ങില്ല. നാട്ടിൽ വന്നാൽ ആളുകളുമായി യുവതിയുടെ വീട്ടിലെത്തുമെന്നും അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശത്തിലുണ്ട്. കുറ്റസമ്മതം നടത്താനാണ് തീരുമാനമെന്നും അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി നടക്കില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചാറ്റിൽ പറയുന്നു. എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞു നിൽക്കുകയാണ്. 1 മാസം മുൻപായിരുന്നു ഇതൊക്കെയെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇനിയൊന്നും സറണ്ടർ ചെയ്യില്ലെന്ന് തീരുമാനമുണ്ടെന്നും രാഹുൽ യുവതിയോട് പറയുന്നുണ്ട്. നീ എന്തു ചെയ്താലും അതിൻ്റെ ബാക്കി താൻ ചെയ്യുമെന്നും ഭീഷണി സന്ദേശത്തിലുണ്ട്. പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല. നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ, ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചാറ്റിൽ രാഹുൽ പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യ പരാതികൾ വന്നതിന് പുറകെ അതിനെക്കുറിച്ച് മൂന്നാമത്തെ കേസിൽ അതിജീവിത രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം തകർത്തിട്ട് രാഹുൽ സൂപ്പർ ഹീറോ ആകേണ്ടെന്നും യുവതി രാഹുലിനോട് സൂചിപ്പിക്കുന്നു. താഴാവുന്നതിൻ്റെ മാക്സിമം താൻ താഴ്ന്നു, ക്ഷമിക്കാവുന്നതിൻ്റെ ലിമിറ്റൊക്കെ പണ്ടേ കഴിഞ്ഞതാണെന്നും യുവതി ചാറ്റിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ താൻ മാത്രം മോശമാകുന്ന പരിപാടി ഇനി നടക്കില്ലെന്ന് രാഹുലിൻ്റെ മറുപടി. നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി ഞാൻ നിന്റെ വീട്ടിൽ വരും, അല്ലാതെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട. എന്തു പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആരെയാണ് നീ പേടിപ്പിക്കുന്നത്? എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു. നീ പ്രസ് മീറ്റ് നടത്തുമെന്നും രാഹുൽ ചാറ്റിൽ വെല്ലുവിളി മുഴക്കുന്നുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വിവരങ്ങളുമായി ആദർശ് മുക്കട ചേരുന്നുണ്ട്. ആദർശ്, മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഞെട്ടിക്കുന്ന ചാറ്റുകളൊക്കെയാണ് പുറത്തു വരുന്നത്. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ തന്നെയാണത്. തീർച്ചയായും രമ്യ, ആ നിലയിലേക്കുള്ള ചില ചാറ്റുകളാണ് പുറം ലോകത്തേക്ക് ഇന്ന് വന്നത്. കഴിഞ്ഞ ദിവസവും ചില ചാറ്റുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഈ ഫ്ലാറ്റിൽ, അതായത് രാഹുൽ താമസിച്ചുകൊണ്ടിരുന്ന പാലക്കാട്ടെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട ഫ്ലാറ്റ് ഈ യുവതിയാണ് എടുത്തു നൽകിയത് അടക്കമുള്ള ചില നിർണായകമായ വിവരങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ചില ഭീഷണി സന്ദേശങ്ങൾ ഇന്ന് പുറത്തു വന്നത്. രാഹുലിനെ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് ഈ പരാതികൾ ആദ്യ 2 പരാതികൾ പുറത്തു വന്നതിന് ശേഷം യുവതി കാണുവാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോഴാണ് രാഹുൽ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചു
വെച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ തനിക്ക് ഇനി ഒന്നും നോക്കാനില്ല. താൻ അനുഭവിക്കുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരികയാണെങ്കിൽ അതേ നിലയിൽ തന്നെ തിരിച്ചടിക്കാൻ, അല്ലെങ്കിൽ ഈ യുവതിക്കെതിരെ രൂക്ഷമായി തന്നെ രംഗത്ത് വരുമെന്നോ, അല്ലെങ്കിൽ യുവതിയെ ഉപദ്രവിക്കും എന്നൊക്കെ നിലയിൽ ഒരു അർത്ഥം തോന്നിക്കുന്ന തലത്തിലേക്കുള്ള ഗുരുതരമായ ഭീഷണിയാണ് രാഹുൽ ഉയർത്തിയിട്ടുള്ളത്. ആ മെസ്സേജുകളിൽ നിന്നെല്ലാം തന്നെ ആ ഭീഷണിയുടെ ആ സ്വരം വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അത്രമേൽ രൂക്ഷമായിട്ടുള്ള ഒരു ഭീഷണിയാണ്. അതായത് താൻ ഈ യുവതി വിദേശത്തുള്ള യുവതിയാണ്. ഈ വിദേശത്തുള്ള യുവതി നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, താൻ ആളുകളെയും കൂട്ടി വരും. കഴിഞ്ഞ പരാതികളുമായി ബന്ധപ്പെട്ടൊക്കെ താൻ കുറെ അനുഭവിക്കുന്നുണ്ട്. തനിക്കും തന്റെ കുടുംബത്തിനും അനുഭവിക്കാവുന്നതിന്റെ പരമാവധി പ്രശ്നങ്ങൾ തങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അതിന്റെ ഒപ്പം ഒരു പ്രശ്നം കൂടി ആയാൽ തനിക്കൊന്നുമില്ല, അതിനെ ഏത് നിലയിലാണോ നേരിടേണ്ടത് ആ നിലയിൽ തന്നെ നേരിടും. ഭീഷണിക്കൊന്നും താൻ വഴങ്ങില്ല, തന്നെ പേടിപ്പിക്കാമെന്ന് കരുതണ്ട തുടങ്ങിയ നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഈ യുവതിയോട് രാഹുൽ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം ഒരു വിവരങ്ങളാണ്, ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ടുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞെട്ടിക്കുന്നതാണ്. ഒരു ജനപ്രതിനിധി ഏത് നിലയിലാണോ പെരുമാറാൻ പാടില്ലാത്തത് ആ നിലയിലേക്കുള്ള ചില പെരുമാറ്റങ്ങളാണ് ഈ ചാറ്റുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ ചാറ്റുകളെല്ലാം സ്വാഭാവികമായും ഈ കേസിനെ സംബന്ധിച്ച് കുറേം കൂടി നിർണായകമാകും. രാഹുൽ നിലവിൽ റിമാൻഡിൽ തുടരുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഈ ചാറ്റുകൾ പുറത്തേക്ക് വരുന്നത് രാഹുലിന് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് പോലും ഈ ചാറ്റുകൾ എത്തിക്കാം. കാരണം ഇതിലെല്ലാം കൃത്യമായി തന്നെ ഭീഷണിയുണ്ട്. ആ ഭീഷണിയുടെ സ്വരം കൃത്യമായി തന്നെ വായിച്ചെടുക്കുവാൻ കഴിയും. ഈ യുവതിയെ ഉപദ്രവിക്കുക എന്ന നിലയിലേക്ക് ഉള്ള ചില പരാമർശങ്ങളുണ്ട്. സ്വാഭാവികമായും കേസ് കോടതിയിൽ നടക്കുമ്പോൾ രാഹുൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയും കൂടി ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. ഈ പരാതിക്കാരിയെ മറ്റ് സ്വാധീനിക്കാനും ഉപദ്രവിക്കാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. ഇതടക്കം പരിഗണിച്ചായിരിക്കും കോടതി ഇതിനൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതി രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ ഹർജി പരിഗണിക്കുക. 7 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനാണ് ഈ SIT സംഘം ആലോചിക്കുന്നത്. ഈ കസ്റ്റഡി അപേക്ഷ ഏത് നിലയിലാണ് കോടതി പരിഗണിക്കുക എന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം അറിയാൻ കഴിയുക. തിരുവല്ല കോടതിയാണ് ഈ കേസ് പരിഗണിക്കുക. ഇതിനിടയിൽ രാഹുലിനെ ജയിൽ മാറ്റാനുള്ള സാധ്യതകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് രാഹുലിനെ മാറ്റാനാണ് രാഹുൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെയും മാവേലിക്കര ജയിലിൽ സൗകര്യങ്ങളുടെ കുറെ പരിമിതികളുണ്ട്, വേണ്ടത്ര ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട്. ആ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ രാഹുലിന് ജയിൽ മാറ്റം എന്നുള്ളത് നടക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏതായാലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചാറ്റുകൾ അതീവ ഗുരുതര സ്വഭാവമുള്ളതാണ്. ഇതുപോലൊരു കേസിൽ അതിജീവിതയെ അങ്ങേയറ്റം ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഈ ചാറ്റുകൾ. രമ്യ. ശരി, ആദർശ് മുക്കടയാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി താൻ ചെയ്യുമെന്നൊക്കെയാണ് ഈ ഒരു ചാറ്റിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാവുന്നത്. നീ ചെയ്യുന്നത് താൻ താങ്ങും, എന്നാൽ നീ താങ്ങില്ല എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകൾ തീർത്തും അത് ഭീഷണി തന്നെയാണ്. നാട്ടിൽ വന്നാൽ ആളുകളുമായി യുവതിയുടെ വീട്ടിലെത്തുമെന്നും അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശത്തിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP ശ്രീ KM ആന്റണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം KM ആന്റണി. ഇപ്പോൾ തെളിവുകളൊക്കെയാണ് പുറത്തു വരുന്നത്. തീർത്തും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഒക്കെ ഇപ്പോൾ തെളിവുകളായി പുറത്തു വരികയാണ്. ഇപ്പോൾ കേസ് അത് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ ഇത്തരം തെളിവുകളൊക്കെ പുറത്തു വരുമ്പോൾ? അവസാന ഭാഗം ഒന്നുകൂടെ പറയണം. ഇപ്പോൾ ഈ ഒരു ചാറ്റുകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ കേസിൽ ഒന്നുകൂടെ ഈ ഒരു തെളിവുകളൊക്കെ നിർണായകമാവില്ലേ? കേസുകളിൽ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ കേസാണ്. ഇതേ സമാന രീതിയിലുള്ള 3 കേസുകളാണ് ഇപ്പോ നിലവിലുള്ളത്. അതിൽ ഒന്നിൽ അയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, മറ്റൊന്നിന്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു രാത്രിയിലെ ലോഡ്ജിൽ നിന്നും, അതായത് പാലക്കാടുള്ള KPM റീജൻസി എന്ന ഹോട്ടലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അറസ്റ്റില് പാലിക്കേണ്ടതായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എങ്കിൽ അത് അറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അതുപോലെ തന്നെ ഇത് ഗൗരവതരമായ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2025 ജനുവരിയിലോ മറ്റോ നടന്നു എന്നാണ് ഇത് പറയുന്നത്. ഒരു ഡിലേ ഉണ്ട് FIRന്റെ കാര്യത്തില്. അങ്ങനെ കോടതിയിൽ വാദിക്കാൻ അല്ലെങ്കിൽ പ്രതിക്ക് വാദിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇമെയിലിൽ വന്ന പരാതി പ്രകാരമാണ്
അതിപ്പോ BNSSന്റെ 184(1) പറയുന്ന നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ FIRൽ എടുക്കുന്ന 173 BNSS പറയുന്ന നിബന്ധനകള് ഇതൊക്കെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഒക്കെ ചലഞ്ച് ചെയ്യപ്പെടും. അത് കോടതിയിൽ അത് വാദിക്കപ്പെടുമെന്നുള്ളതാണ്. പോലീസിന് അത് അനുസരിച്ചുള്ള വിശദീകരണം നൽകേണ്ടതായി വരും. കേസിനെ സംബന്ധിച്ചിടത്തോളം കേസ് ശക്തമല്ലെന്ന് പറയാനൊക്കില്ല. കേസ് പോലീസ് നല്ല രീതിയിൽ അതിന്റെ പഴുതടച്ച് അന്വേഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ കേസ് ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു കേസ് തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ ഈ ഒരു മൂന്നാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റ് ചെയ്ത ഈ ഒരു പോലീസ് നടപടിക്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് മുൻ DGP രംഗത്ത് വന്നിട്ടുണ്ട്, TP സെൻകുമാർ. ഈ ഒരു ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങളൊന്നും പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വിമർശനമായി ഉയരുന്നത്. ഇല്ല, നമുക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിമർശിക്കാൻ പറ്റില്ല. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത്. കാരണം അവിടെ പാലക്കാട് നിന്ന് ഒരു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ ഹോട്ടലിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും അത് കഴിഞ്ഞ് അതിനുശേഷം ഈ കേസുകൾ ഇതേ സമാന സ്വഭാവമുള്ള ഇയാളുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന SP, പോലീസ് സൂപ്രണ്ട്, വനിതാ സൂപ്രണ്ട് അവരെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ അറസ്റ്റ് പ്രോപ്പർ അല്ല എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് മതിയായ കാരണങ്ങൾ രേഖപ്പെടുത്തി ആ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ ആയിരിക്കും അറസ്റ്റ് എന്നുള്ളതാണ് അതിൽ പറയുവാനുള്ളത്. പിന്നെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരാം. അപ്പം അത് എത്രമാത്രം എന്നുള്ളത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുമ്പോൾ കോടതി അതിനെ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അതിലൊരു അഭിപ്രായം പറയാൻ സാധിക്കുള്ളൂ. ഇതിപ്പം ആളെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയിപ്പം ജാമ്യാപേക്ഷ ഇവരിപ്പോ കസ്റ്റഡി ചോദിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിനുശേഷം ജാമ്യാപേക്ഷയിലുള്ള വാദം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അതിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഇപ്പോൾ ഈ സെൻകുമാർ പറയുന്നത് വെച്ച് ഇപ്പോൾ കാനഡയിൽ നിന്നും ഇമെയിൽ വഴിയാണ് ഈ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അത് 0 FIR രജിസ്റ്റർ ചെയ്താൽ പോലും 3-ാം ദിവസം പരാതിക്കാരി സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് നൽകേണ്ടുന്ന ഒരു വ്യവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അത് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ TP സെൻകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പഴയ FIR CRPC 154, ഇപ്പോൾ അത് 173 BNSSന്റെ സബ് ക്ലോസ് 1, 2 എന്നിവയിൽ പറയുന്ന ഒരു ഇമെയിൽ പരാതി വന്നാൽ എങ്ങനെയാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടതിനെ സംബന്ധിച്ചിട്ട് അതിൽ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ നേരിട്ട് വന്ന് കൺസേൺ പോലീസ് സ്റ്റേഷനിലോ അല്ലെ പോലീസ് ഓഫീസറുടെ മുമ്പിലോ വന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ FIR ആവുകയുള്ളൂ എന്നൊരു നിബന്ധന അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ അറിവുകളൊന്നുമില്ല. ആ രീതിയിലുള്ള അത് അങ്ങനെ തന്നെയാണ് എങ്കിൽ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അത് ചലഞ്ച് ചെയ്യപ്പെടേണ്ടതായിരുന്നു. അത് മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് ഹാജരാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ ബെയില് ആപ്ലിക്കേഷൻ പരിഗണിക്കപ്പെടുമ്പോൾ അത് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു നിഗമനം കോടതി സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ KM ആന്റണി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ 3-ാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അത് അതിജീവിതയ്ക്കെതിരെ ഭീഷണിപ്പെടുത്തുന്ന തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന സാഹചര്യമാണ്. താൻ എന്ത് ചെയ്താലും അതിൻ്റെ ബാക്കി ചെയ്യുമെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി ആ ഒരു ചാറ്റിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. നാട്ടിൽ വന്നാൽ ആളുകളുമായി യുവതിയുടെ വീട്ടിലെത്തുമെന്നുള്ള ഒരു ഭീഷണിയൊക്കെ അതിജീവിതയ്ക്ക് അയച്ചതായിട്ടുള്ള സന്ദേശത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഇപ്പോൾ TP സെൻകുമാർ ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ പോലീസ് നടപടിക്രമങ്ങളെ വിമർശിച്ചുകൊണ്ട് മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ആക്ടിവിസ്റ്റ് ശ്രീമതി ധന്യാരാമൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീമതി ധന്യാരാമൻ. നമസ്കാരം. ഇപ്പോൾ 3-ാമത്തെ ബലാത്സംഗ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായി വരുന്നത്. ഈ ഒരു കേസിൽ അതിജീവിതയെ തീർത്തും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അതെ, അതിജീവിതയെയും അവരുടെ കുടുംബത്തെയും തിരിച്ച് പിന്നെ രാഹുല് പകരം വീട്ടിയാൽ അവർ താങ്ങൂല, ഈ രീതിയിലുള്ള മെസ്സേജസ് ഞാനും കണ്ടിരുന്നു. ഈ പുള്ളിക്കാരന് എന്തൊരു ധൈര്യമാണെന്ന് ഓർത്തു നോക്കിയേ. ഒരു കേസിൽ
പുള്ളി എല്ലാവരുടെ അടുത്തും പറയാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് അല്ലാതെ മറ്റൊരാളുമായിട്ടും ബന്ധമില്ല. പക്ക ചീറ്റിംഗ് ആണ്. ചീറ്റിംഗ് എന്ന് മാത്രമല്ല, ഇയാള് ഭയങ്കര ഒരു ഫ്രോഡാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഇതുപോലെ ഒരേ സമയത്ത് ഇങ്ങനെ ഒന്നിലധികം പേരെ ഒരുപോലെ വഞ്ചിച്ച് അവരെ ഗർഭചിത്രം നടത്തി ഒരേ പാറ്റേണിൽ ഒരു ജീവിതം കൊണ്ടുപോകുന്ന ഒരു എന്താ പറയണ്ട, പുതിയ പേര് വല്ലതും കണ്ടുപിടിക്കേണ്ടി വരും. മാത്രമല്ല ഈ അതിജീവിതകളെല്ലാം ഇയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞിട്ട് പോലീസിനോട് പറയുവാണ്, ഇനി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലേബൽ ഇല്ലെങ്കിലും ഇവിടെ മത്സരിച്ചാൽ വിജയിക്കുന്നു. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കി, ഒരു ക്രിമിനലിന്റെ കോൺഫിഡൻസ്, അയാൾ ചെയ്ത് തെറ്റാണെന്ന് അയാളുടെ മനസ്സ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അയാൾ തന്നെ അത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നില്ല. പകരം ഞാൻ ഇനിയും തിരിച്ച് ഭരണത്തിൽ വരും, നിന്നെയൊക്കെ കാണിച്ചു തരാം എന്നുള്ള ഭീഷണി പോലീസുകാരുടെ അടുത്താണ്. അപ്പൊ പുള്ളിയുടെ മാനസികാവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. ഇത് എന്ത് തരത്തിലുള്ള മനോവൈകൃതം എന്നാണ് നമ്മൾ നേരിടേണ്ടത്? ഇപ്പൊ ഭീഷണിപ്പെടുത്തിയാൽ ഒരു രാഷ്ട്രീയത്തിന്റെ പവർ ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് കരുതുന്നവരാണ്. ഒരു പൊളിറ്റിക്കൽ പവർ ഉണ്ടെങ്കിൽ ഒരു MLA ആയാലേ, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച ഒരുപാട് ഇൻസിഡൻസ് ഇവരുടെ ഇടയിൽ തന്നെ കാണും. ഒരുപാട് പേരുടെ ഇൻസിഡൻസ് അങ്ങനെ കാണും. അതായിരിക്കും ഇവർക്കൊക്കെ ഇത്ര ധൈര്യം ഈ കേസൊക്കെ ഇങ്ങനെ ഒതുക്കാം എന്നുള്ളത്. നമ്മൾ അതൊക്കെ ഈ ആൾക്കാർ പരാതിയായിട്ട് മുമ്പോട്ടേക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത്. കാരണം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇടയിൽ പെട്ടെന്നൊന്നും ഇവരെ പൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ആരും പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. നിങ്ങൾക്ക് ശരിക്കും അങ്ങനെ തന്നെയാണ് വസ്തുത. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവ്, വേറൊരു പാർട്ടിന്റെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പെൺകുട്ടീനെ കാറിനകത്തിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് കുറച്ചു നാൾ മുന്നേ. ആ കുട്ടി സ്റ്റിൽ ഇപ്പോഴും അത് ആ ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ടില്ല. നോക്കി, അതും ഒരു കോടതി വളപ്പിലിട്ട്, തിരുവനന്തപുരത്തെ ഒരു കോടതി വളപ്പിലിട്ടിട്ടാണ് ആ പെണ്ണിനെ കാറിന്റെ അകത്തോട്ട് വെച്ചിട്ട് സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നത്. അതൊരു അഡ്വക്കേറ്റും ജനപ്രതിനിധിയായിട്ടുള്ള ആളായിരുന്നു. അപ്പോ ആ കുട്ടി പോലും അതിനെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനായിട്ട് അവരുടെ കുടുംബം എന്നെ കാണാനായിട്ട് വന്നിട്ട് സ്റ്റിൽ ഇപ്പോഴും മൂളംപാറയിൽ അവര് ആ മാനസികാവസ്ഥ മറികടക്കാൻ അതിന് സാധിക്കുന്നില്ല. അതിനൊരു മൊഴി കൊടുക്കണമെങ്കിലോ അതിനൊരു ധൈര്യം വരണമെങ്കിലോ അത് എനിക്കൊന്നും ഇപ്പോഴത്തെ ഒരു സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ഒന്നും പോരാ. കാരണം അത്രയും മനുഷ്യൻ തകർന്നടിയുന്നുണ്ട്. അത് ഒരു ഘട്ടം എത്തുമ്പോൾ അത് അവരെ ശരിക്കും സൂയിസൈഡിലേക്ക് ആ കുട്ടിയൊക്കെ പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതുപോലെ പറ്റാത്ത എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാം. അതൊക്കെ ഈ രാഷ്ട്രീയക്കാർക്ക് അറിയാം. ഇവരുടെ അടുത്ത് കുറെ പരാതി എത്തും ഇത്തരത്തിലുള്ള. അവിടെ വെച്ച് കുറെയൊക്കെ ഒതുക്കപ്പെടും കേസുകൾ. ചിലത് കോംപ്രമൈസ് ചെയ്തു പോകും, ചിലത് പൈസ വാങ്ങിക്കും, ചിലത് ഇതുപോലെ പേടിച്ചിട്ട് പുറകോട്ട് പോകും. ഇതൊക്കെ കുറെ സീക്രട്സ് അറിയാവുന്നവരാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ. അപ്പൊ അത് വെച്ചിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനും ഇങ്ങനെയാണ്, ഞാൻ അതുകൊണ്ട് നീയൊക്കെ എന്റെ നേരെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ധ്വനിയാണ് ഈ സ്വരത്തില്. അത് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഈ അതിജീവിതന്മാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് ഈ ആൾക്കാർ അറിഞ്ഞ ശേഷവും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ എന്തൊരു ധൈര്യമാണെന്ന് നോക്കി. അപ്പോ കൃപയല്ലേ. തീർച്ചയായും ഇപ്പോൾ നമുക്കറിയാം ആ ഒരു മുഖത്ത് കാണുന്ന കോൺഫിഡൻസ് അത് തന്നെയാണ്. ഇപ്പോൾ 3 പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇനിയും ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇനിയും പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ പുറത്തു വരാനുള്ള ഒരു അവസരം അത് ഈ ഒരു കേസിലൂടെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തക്കതായിട്ടുള്ള നിയമ രക്ഷ അല്ലെങ്കിൽ എന്താണ് ശിക്ഷ എന്നുള്ളത് അത് കൃത്യമായി തന്നെ കോടതി വിധിക്കുകയാണെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള പെൺകുട്ടികൾക്ക് പുറത്തു വരാനുള്ള ഒരു ധൈര്യം തന്നെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതെ, ഇതിനകത്ത് വേറെ ജനപ്രതിനിധികളുടെ മക്കള് ഈ പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ വേറെ ജനപ്രതിനിധികളുടെ മക്കള്, അത് നല്ല പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരുടെ മക്കൾ ഇതേപോലെ ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവസാനം അവരെ ജാതി ഇല്ല, ഞാൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരെയൊക്കെ മാറ്റി നിർത്തി പിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോകും. അവർക്കുണ്ടായ ഒരു ട്രോമ അറിയാവോ? അവരൊന്നും ഒരിക്കലും അവരുടെ അച്ഛന്റെ പേര് ചീത്തയാവും, പിന്നെ ഇവർ ഈ കല്യാണം കഴിച്ചിട്ടില്ല, ഇവർക്ക് വീണ്ടും ഒരു കല്യാണം വരത്തില്ല, ജീവിതം പോകുമെന്നുള്ളൊക്കെ പേടി കൊണ്ട് ഇപ്പോഴും ഒരു പോലീസിന്റെ കംപ്ലൈന്റുമായിട്ട് മുമ്പോട്ടേക്ക് പോകാത്തവരുണ്ട്. അവര് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ പരാതി പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവര് ലീഗലി പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ഒരുപാട് മനുഷ്യർ അവരുടെ ഇമേജിൽ കോട്ടം വരും, ജീവിതം നഷ്ടപ്പെടും, പിന്നെ അവസാനം ഒന്നും അല്ലാതായി പോകും, കരിയർ ഇല്ലാതായി പോകും എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ധൈര്യപൂർവ്വം മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരിക്കും. എന്തോരം മനുഷ്യരിങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവരുടെ കൂടെയുള്ള ആൾക്കാർ. രാഹുലിന്റെ കൂടെയുള്ള ഒരു ഫെനി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിയാണ് ഇവന് വേണ്ടി എല്ലായിടത്തും പോയി കള്ളത്തരം പറയുന്നത്. ആ കൂടെ നടക്കുന്ന ആള് പറയാണ് നിന്നോട് മാത്രമേ ഇങ്ങനെ ഉള്ളൂ,
അതുകൊണ്ട് നീ ആ ഫ്ലാറ്റ് വാങ്ങിക്കുമ്പോൾ 3 BHK ഫ്ലാറ്റ് മേടിക്കുക, 1 crore ആയാലും കുഴപ്പമില്ല, അത് വാങ്ങ് എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും സാമ്പത്തിക ചൂഷണം കൂടെ ഇല്ലേ? ഒരു ഷൂ മേടിച്ചു കൊടുക്കും, നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് നമുക്കൊരു ഷൂ മേടിച്ചു കൊടുക്കുന്നതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ആ കുട്ടി ആ പെണ്ണിനെ എന്താണ്, ഒരു കുഞ്ഞായാൽ നമ്മൾ മുമ്പോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞ കുഞ്ഞായ ശേഷം ഇതിനെ കൊന്നു കളയുക, അതിലാണ് എല്ലാവരും മനോനില തെറ്റിപ്പോകുന്നത്. അതിനകത്താണ് കുട്ടിയെ കൊല്ലുമ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഒരു ആദ്യമായിട്ടൊരു അമ്മയുടെ വയറ്റിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ കൊന്നു കളയുന്ന, അവര് മരിക്കും വരെ അവർക്ക് സമാധാനം കിട്ടൂല. ഒരു ജീവനാണ്, കണ്ണും തലയും മൂക്കൊക്കെ ഉള്ള ഒരു ജീവൻ. ആ ജീവനെ കൊന്നു കളഞ്ഞിട്ടുള്ള ഓരോ അമ്മമാരും സമാധാനത്തോടെ അവർ മരിക്കും വരെ അത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മ വരും, അവരെ ഹോണ്ട് ചെയ്യും ഉറപ്പായിട്ടും. അതാണല്ലോ ഈ പരാതിയായിട്ടും പകയായിട്ടും പിന്നെ മുമ്പോട്ടേക്ക് വരുന്നത്. അതാണല്ലോ ഒരു ജീവനെ എത്ര ജീവനെ, 2-3 ജീവനുകളെ നഷ്ടപ്പെടുത്തിയില്ലേ? അതൊക്കെ പാടുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ആ ഒരു രാഹുലിന്റെ ആ മാനിഫെസ്റ്റേഷന് കൂട്ടുനിന്നു, അത് സ്ട്രോങ് ആക്കി കൊടുത്തു, അതിന് സപ്പോർട്ട് ചെയ്തു, വിശ്വസിക്കുന്ന രീതിയിലാക്കി കൊടുക്കുന്ന ഒരു സുഹൃത്തും രാഹുലിനുണ്ടായി എന്നുള്ളതാണ്. അത് വളരെ ഞെട്ടിക്കുന്നതും അതേസമയം ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ഇപ്പോൾ ഒരു സംഭവമല്ല, ഇതിനു മുമ്പും നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള ചാറ്റുകളും തെളിവുകളായി പുറത്തു വരുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം ജനപ്രതിനിധിയായി അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിന് പിന്നിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രത്തോളം ആണെങ്കിൽ ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ളവരുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജനപ്രതിനിധികൾ തന്നെ ഒരുപാട് പേര് ഇത്തരത്തിൽ അവർക്ക് ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. ജനപ്രതിനിധികൾക്ക് നമ്മളൊരു ആവശ്യമായിട്ട് പോവുകയാണ്, അപ്പൊ അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. നെയ്യാറ്റിൻകരയിൽ എന്തോ ഈടെ ഒരു ലേഡി ആത്മഹത്യ ചെയ്തു, പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കാറിന്റെ അകത്തിട്ട് ബലാത്സംഗം ചെയ്ത്, അതൊക്കെ ഭയങ്കര അതിവിചിത്രവും ഭീകരവുമാണ്. അതായത് വക്കീലന്മാരുടെ കാറിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇയാളുടെ കാറ് പാർക്ക് ചെയ്തിട്ട് അവർ രാവിലെ 9 മണിക്ക് വണ്ടി ഇട്ടിട്ട് പോയാൽ പിന്നെ വൈകിട്ട് 4 മണിക്ക് കാർ എടുക്കുള്ളൂ. അങ്ങനെ സ്ഥലത്ത് കൊണ്ടേ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ഭാഗത്ത് ആരും വരത്തില്ല. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് അവര് ജോലി സ്ഥിരപ്പെടുത്താറാന്ന് പറഞ്ഞ് അവിടെ ഇത് വെച്ച് ബയോഡാറ്റ ടൈപ്പ് ചെയ്യാനായിട്ട് തയ്യാറാക്കുന്നു, അതിന് ഇയാൾ സഹായിച്ചു കൊടുക്കുന്നു. അതിനിടയിലാണ് ഈ കുട്ടിയെ അയാൾ അബ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ലോക്ക് ചെയ്ത ഒരു കാറിന്റെ അകത്തെ ആ ഭാഗത്ത് ആരും ഇല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ നോക്കുക. അതാണ് ഈ തീർത്തും മാനസിക, അതൊന്നും എനിക്ക് തോന്നുന്നില്ല അവരൊക്കെ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന എനിക്ക് തോന്നുന്നില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഷോക്ക് എന്നതൊക്കെ മുക്തി കിട്ടാനായിട്ട് അതുകൊണ്ട് ജനപ്രതിനിധികൾ വളരെയധികം സൂക്ഷിക്കണം. ഇവരുടെ അടുത്ത് ഒരു സഹായത്തിന് വേണ്ടി പോകുന്ന മനുഷ്യരാണ്. ഇപ്പൊ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്ററിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാതെ പറ്റത്തില്ല. നമ്മൾ എന്ത് ആവശ്യത്തിന് സ്റ്റേറ്റിന്റെ അടുത്ത് പോയാലും അത് അവസാനം അത് ഏറ്റവും ലോക്കൽ ലെവലുള്ള LSG ആ മെമ്പറുടെ അടുത്ത് അത് എത്തും. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ജനപ്രതിനിധികളൊക്കെ മനുഷ്യരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാനായിട്ടുള്ള രാഷ്ട്രീയ ബോധം എല്ലാ മനുഷ്യർക്കും വേണം എന്നുള്ളതാണ്. ഇത് ഭീഷണിപ്പെടുത്തിയൊക്കെ അങ്ങനെ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത് കണ്ടില്ലേ, ഒരു ജനപ്രതിനിധി ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യാനോ ഇല്ല, എവിഡൻസ് ഇല്ല. പക്ഷെ നഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുടെ ജീവനാണ്. അവർക്കൊരു കുടുംബം, ഒരു മകനൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തായി, ആ കേസ് എന്തായി? ഒന്നും അവര് 10 ദിവസം ജയിലിൽ കിടന്നു, അയാൾ തിരിച്ചിറങ്ങിയ. അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ ഇല്ല. അവര് കേസ് നടത്തും, അവര് വിജയിക്കും. അതിന്റെ അത് ഇപ്പോഴത്തെ വക്കീലന്മാരോ നമ്മൾ ഉദ്ദേശിക്കാത്ത പോലും കാര്യങ്ങളാണ് അവർ കോടതിയിൽ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഈ നിയമവ്യവസ്ഥയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ചിലയൊക്കെ ഇതുപോലെ നിങ്ങളൊക്കെ മാധ്യമ സപ്പോർട്ട് നൽകുന്ന കേസുകൾ മാത്രം ചിലപ്പോൾ വിജയിച്ചെന്നിരിക്കും, അല്ലാത്ത ഒന്നും വിജയിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മനുഷ്യരുടെ പ്രതീക്ഷ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്തരം കേസുകളൊക്കെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെടുകയും കൂടെ വേണം. അപ്പോഴേ പൊതുസമൂഹത്തിന് അതിനകത്ത് ഒരു കോൺഫിഡൻസ് വരത്തുള്ളൂ. തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാനും ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ ദുഃഖകരമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീമതി ധന്യാരാമൻ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ 3ാമത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു വരികയാണ്. താൻ എന്ത് ചെയ്താലും ബാക്കി താൻ ചെയ്യുമെന്നൊക്കെയുള്ള തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് വരുന്നത്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുമെന്നും അതേസമയം പേടിപ്പിക്കാൻ നീ എന്നല്ല ലോകത്ത് ഒരു മനുഷ്യനും പറ്റില്ല അല്ലെങ്കിൽ നോക്കേണ്ട എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതും. നീ ചെയ്യുന്നത് താങ്ങില്ല എന്നുള്ള ഭീഷണി അതൊക്കെയാണ്. നാട്ടിൽ വന്നാൽ ആളുകളുമായി യുവതിയുടെ എത്തുമെന്നൊക്കെ അതിജീവിതയ്ക്ക് അയച്ച ഈ ഒരു മെസ്സേജുകളിൽ നിന്ന് അല്ലെങ്കിൽ ചാറ്റുകളിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന കാര്യമാണ്.
എന്തുതന്നെയായാലും മൂന്നാം ബലാത്സംഗ കേസിലെ പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം അത് തീർത്തും അന്വേഷണത്തിൽ അത് നിർണായകം തന്നെയാവും എന്നുള്ള പ്രതീക്ഷയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ബലാത്സംഗ കേസിൽ സ്പീക്കർ AN ഷംസീറിന് റിപ്പോർട്ട് നൽകിയ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യതാ നടപടിക്ക് തുടക്കമായേക്കും. അതേസമയം രാഹുലിന്റെ അയോഗ്യ നടപടികൾ സങ്കീർണമാണെന്നാണ് വിലയിരുത്തൽ. വിഷയത്തിൽ സ്പീക്കർക്ക് ലഭിക്കുന്ന നിയമോപദേശം നിർണായകമാക്കും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതോടെ MLA പദവിയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. MLA സ്ഥാനം സ്വയം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാൻ അധികാരമുണ്ട്. അംഗങ്ങൾക്കുണ്ടാവേണ്ട പൊതുപെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് കാട്ടി എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകി സഭ അംഗീകരിച്ചാൽ രാഹുൽ പുറത്തായേക്കാം. എന്നാൽ രാഹുലിന്റെ അയോഗ്യതാ നടപടികൾ സങ്കീർണമാണെന്നാണ് നിലവിലെ വിലയിരുത്തൽ. വിഷയത്തിൽ ലഭിക്കുന്ന നിയമോപദേശം നിർണായകമാകും. നിയമസഭാ സെക്രട്ടേറിയറ്റ് നടപടി തുടങ്ങിയാൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് തയ്യാറെടുത്തേക്കും. രാഹുൽ പാർട്ടിക്ക് പുറത്താണെന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടിയുള്ളത്. അതേസമയം ബലാത്സംഗ കേസിൽ സ്പീക്കർ AN ഷംസീറിന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയോഗ്യതാ നടപടിക്ക് തുടക്കമായേക്കും. തുടർച്ചയായി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ MLA സ്ഥാനത്ത് തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ തനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും AN ഷംസീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന് നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നതിൽ കോടതി തീരുമാനം ഇന്നറിയാം. തിരുവനന്തപുരം ACJM കോടതിയിൽ സൈബർ പോലീസ് ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അപേക്ഷ നൽകിയിരുന്നു. പരാതിക്കാരിയെ യൂട്യൂബ് ചാനലിലൂടെ വീണ്ടും അധിക്ഷേപിച്ചുവെന്നും ഇത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കോടതിയെ സമീപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെട്ട ബലാത്സംഗ കേസിൽ പരാതി നൽകിയ യുവതിയെ രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചുവെന്നാണ് കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടർന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇരുവർക്കുമെതിരെ SIT നൽകിയ റിപ്പോർട്ട് കോടതി ഇന്ന് വിശദമായി പരിശോധിക്കും. പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്നും കട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ വാദം തെറ്റാണെന്നും SIT നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ആദർശ് മുക്കട ചേരുന്നുണ്ട്. ആദർശ്, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടർന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന്റെയും അതേസമയം A. പത്മകുമാറിന്റെയൊക്കെ ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. രമ്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെയും ഹർജികൾ വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുക. മുമ്പ് നിരവധി തവണ സമാനമായ ഹർജികൾ പരിഗണിച്ചെങ്കിലും ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും ഈ കേസ് പരിഗണനയിലേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഈ കേസ് പരിഗണനയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും SIT സംഘം ഇതിനെ എതിർത്തുകൊണ്ട് തന്നെ രംഗത്ത് വരും. കാരണം അതിനെ എതിർക്കുവാൻ പലതരത്തിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവരെല്ലാം അതായത് പത്മകുമാറും ഗോവർദ്ധനും ഒക്കെ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് തുടങ്ങിയ നിലയിലേക്കുള്ള പ്രതികരണങ്ങളാകും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളാകും കോടതിയിൽ SIT നടത്തുക. അതേസമയം രണ്ട് കൂട്ടർക്കും തങ്ങൾക്ക് ഈ തട്ടിപ്പുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഈ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണ് തുടങ്ങിയ വാദങ്ങളായിരിക്കും ഗോവർദ്ധനും അതോടൊപ്പം തന്നെ പത്മകുമാറും കോടതിയെ ധരിപ്പിക്കുക. മുൻപ് തന്നെ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു ജാമ്യാപേക്ഷയിൽ തന്നിലുള്ള ഒരു ഭരണഘടനാപരമായ ഒരു പദവിയാണ്, അതിനപ്പുറത്തേക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താൻ ഇടപെട്ടിട്ടില്ല, അതുകൊണ്ട് തനിക്ക് തോന്നിയ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല എന്നായിരുന്നു പത്മകുമാർ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രമ്യ ഈ ജാമ്യ ഹർജികൾ പരിഗണിക്കും. ശരി, ആദർശ് മുക്കടയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ തുടരുന്ന ഗോവർദ്ധന്റെയും A. പത്മകുമാറിന്റെയും ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഉച്ച കഴിഞ്ഞാണ് പരിഗണനയിൽ വരുന്നത്. ഇരുവർക്കുമെതിരെ SIT നൽകിയ റിപ്പോർട്ട് അത് കോടതി ഇന്ന് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. പാളികൾ കൊടുത്തുവിടാനുള്ള മിനിറ്റ്സിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമാണെന്നും കെട്ടിളപ്പാളികൾ അറ്റകുറ്റപ്പണി നടത്താൻ തന്ത്രി ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ വാദം അത് തെറ്റാണെന്നും SIT നേരത്തെ തന്നെ കോടതിയെ അറിയിച്ചിരുന്നു.
വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.